സാധനത്തിന്റെ പേരാണ് ഫ്രഞ്ച് ഫ്രൈഡ് റൈസ്. അതല്ല, ഫ്രഞ്ച് ഫ്രൈസ്. അതാണ് എല്ലാവരും ചെയ്യുന്ന പോലെ പൊട്ടറ്റ ആദ്യം ചൂടുവെള്ളത്തിലിട്ട് പിന്നെ അതിനടുത്ത് തണുത്ത വെള്ളത്തിലിട്ട് അങ്ങനെ ഇഞ്ചും ചായ കൊന്നുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യില്ല കേട്ടോ. ഒറ്റ അടിക്ക് കൊല്ലും, പുഴുങ്ങിയെടുക്കുക. ഈ പറഞ്ഞ കേൾക്കത്തെ കുരിപ്പുകളെ മുളയിലേ നുള്ളണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊടിച്ചു വന്ന കുരിപ്പിനെ എല്ലാം നുള്ളിക്കളയാം. ഈ മുളച്ചത് കഴിക്കാൻ പാടുമെന്ന് ചോദിച്ചാൽ ആര് പാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നന്നായിട്ട് കഴുകിയെടുക്കാമേ. ഇനി ഒരു കുക്കറിൽ പൊട്ടറ്റോ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം എടുക്കും. നീന്തിയാ പോലും കയറി വരരുത്. വീട്ടിലെ പോരാളി എവിടെയാണെന്ന് നോക്കിയിട്ടേ ഗ്യാസ് എത്തിക്കാവേ. മാ ഉറങ്ങാണോ? അല്ല, നല്ലോണം ഉറങ്ങിക്കോളാൻ പറഞ്ഞത്. ഇനി കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് 4 വിസിൽ ഏൽപ്പിക്കുക. പണ്ടാരിപ്പോ കൈപൊള്ളി ചത്തനെ. ഇനി പൊട്ടറ്റോ അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ ആക്രാന്തം മൂത്ത് പൊളിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. കൈപൊള്ളി പപ്പടം പോലെ ആയാൽ പിന്നെ ചോറ് കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നതേണ്ട ഇങ്ങനെ ഒരു സാധനം എടുത്ത് പ്ലിക്കീന്നും പറഞ്ഞുകൊണ്ട് ഉടച്ചെടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആരോ ചോദിച്ചായിരുന്നു അച്ചപ്പത്തിന്റെ അച്ചല്ലേന്ന്. ഇത് അച്ചപ്പത്തിന്റെ അച്ചല്ല. പിന്നെ ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് പറഞ്ഞൂടാ. ഇനി ഉടച്ചെടുത്ത പൊട്ടറ്റോയിലേക്ക് മൈദമാവ്, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ എന്നോ വാങ്ങിച്ച ചാട്ട് മസാലയും. ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് സ്പൂൺ വെച്ച് ആദ്യം മിക്സ് വെൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് വെൽ. അയ്യോ, മല്ലിയില ഇടാൻ മറന്നുപോയി. അങ്ങനെ ഇടാൻ മറന്ന സാധനം ഇട്ട് നന്നായിട്ട് കുഴച്ചത് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട്. വേണ്ട, കണ്ടില്ല ആനയ്ക്ക് കൊടുക്കാനുള്ള ഉരുള ഉരുട്ടി വെച്ചേക്കുന്ന പോലെ ഇത്രയും വലിപ്പത്തിൽ മാവുണ്ടേ. സംഗതി നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ സ്ഥിരം അട്ടപ്പൂക്കൾ ഇടാനുള്ള പാത്രം എടുത്ത് അതിനകത്ത് ഇച്ചിരി ഓയിൽ ഇടവിത് ഈ സാധനത്തിൽ ഇങ്ങനെ പരത്തി എടുക്കണേ. ഇതിന് ചപ്പാത്തി ആക്കിയല്ല, അല്ല കാര്യം എളുപ്പം കഴിഞ്ഞാനെ. ഇനി ഒന്നും നോക്കണ്ട, ഒരു കത്തി എടുത്ത് അറഞ്ചും പുറഞ്ഞ ലൈനുകൾ വാരി അങ്ങ് വിതറാം. ആഹാ, കണ്ടില്ലേ റോഡിലെ സീബ്ര ക്രോസിംഗ് പോലെ ലൈൻ ഇട്ട് വെച്ചേക്കുന്നത്. ഇട്ട് വെച്ച ലൈൻ ഓരോന്ന് പറഞ്ഞിട്ട് ഇളക്കി എടുത്തപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഓവർ കോൺഫിഡൻസ് പാടില്ലാന്ന്. സംഭവം എന്നത്തെ പോലെ ഏറ്റില്ല മക്കളെ. നീളത്തിലിരുന്ന മാവിനെല്ലാം ഞാൻ ചുരുട്ടി കൂട്ടി ഉണ്ടയാക്കി ആത്തി എടുത്തു. പിന്നെ പണ്ടത്തെ രാജാക്കന്മാർ ചെയ്യും പോലെ കയ്യിലിട്ട് പകിടയൊക്കെ ആക്കി ഒന്ന് നീളത്തിലാക്കി എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷെ എങ്ങനെയൊക്കെ നീളത്തിനെടുക്കാൻ നോക്കിയിട്ടും യാതൊരുവിധ രക്ഷയില്ല. എല്ലാം പറഞ്ഞുപോയി. അങ്ങനെ ഒരുവിധം എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അമ്മേ, ഇതെന്തോന്ന് ഡൈനോസറാ? ഇത് കേട്ടിട്ട് അമ്മ പറഞ്ഞു ഒരു കാട്ടിലുള്ള സകലമാന വന്യമൃഗങ്ങളും ദേ ആ പാത്രത്തിൽ കയറി ഇരിപ്പുണ്ടെന്ന്. എന്റെ മോക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു എന്ന് അച്ഛൻ. ഇനി എല്ലാ ഡൈനോസറിനെ തിളച്ചെണ്ണലിട്ട് വറുത്ത് കോരി എടുക്കാം. വാലുള്ള മൃഗങ്ങളും ഇല്ലാത്ത മൃഗങ്ങളും എല്ലാം ഉണ്ട്. ഇനി ഈ പാത്രത്തിരിക്കുന്ന സാധനം കണ്ടിട്ട് ചേച്ചി ഉണ്ടാക്കിയത് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ, ഇത് എന്താണെന്നാണെങ്കിൽ തമ്പുരാൻ അറിയാം. എന്തായാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടോണ്ടിരിക്കുന്ന നല്ലവരായ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദയവേത് ഈ സാധനം ഉണ്ടാക്കി കഴിക്കരുത് കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ല. എന്താണ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റാതെ എന്തോ ഒരു ടേസ്റ്റ്. ഇവൻ കഴിച്ചിട്ട് കൊള്ളാന്ന് പറയുന്നു. അപ്പൊ ഇത്രയും നാൾ കൊള്ളാന്ന് പറഞ്ഞിരുന്നല്ല ഇതൊക്കെ തന്നെയാണ്. ചീതൂട്ടി കഴിക്കാൻ കൊടുത്ത സാധനത്തിന്റെ രൂപം കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞാൽ എന്റെ കൈ പിടിച്ച് 2 കടിയും തന്നു. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.